വെൽക്കം ടു വൺസ് കോച്ചിങ്. അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ച് പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യാൻ പോകുന്നത്. എസ്പെഷ്യലി ഇലക്ട്രിക്കൽ മെഷീൻസിൽ നിന്ന് വരാൻ സാധ്യതയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഈ സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് സെഷൻ സ്റ്റാർട്ട് ചെയ്യാം. സോ ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് എ 3-phase 4-pole 50 Hz induction motor rotates at a full load speed of 1470 rpm. The EMF measured between the slip ring terminals when the rotor is not rotating is 200 volt. The rotor windings are star connected and has resistance and a standstill reactance per phase of 0.1 ohm and 1 ohm respectively. Then the rotor current on full load is. അതായത് ഫുൾ ലോഡ് കണ്ടീഷനിൽ റോട്ടർ കറണ്ട് കാൽക്കുലേറ്റ് ചെയ്യാനാണ് നമ്മുടെ അടുത്ത് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ സ്റ്റാൻഡ് സ്റ്റിൽ കണ്ടീഷനിലുള്ള റോട്ടറിൽ ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്ന EMF നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം റോട്ടർ കറണ്ട് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല എന്താണ്? I2 is equal to S into E2 divided by square root of R2 square plus SX2 the whole square. ഇതാണ് നമ്മുടെ റോട്ടർ കറണ്ട് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള. ഇത് ഫുൾ ലോഡ് കണ്ടീഷനിലാണ് നമ്മളോട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഫുൾ ലോഡ് സ്പീഡ് നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ? ഫുൾ ലോഡ് സ്പീഡ് തന്നിട്ടെങ്കിൽ നമുക്ക് ഫുൾ ലോഡ് സ്ലിപ്പ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റൂലേ? ഫുൾ ലോഡ് സ്ലിപ്പ് എന്ന് പറയുന്നത് എന്തായിരിക്കും? S is equal to NS minus N divided by NS ആയിരിക്കും അല്ലേ? അപ്പോൾ NSൻ്റെ വാല്യൂ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യും. എന്താണ്? 4-pole 50 Hz മോട്ടർ ആണല്ലേ. സോ സിങ്ക്രോണസ് സ്പീഡ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 1500 rpm ആയിരിക്കും അല്ലേ? അല്ലെങ്കിൽ 120 F ഡിവൈഡഡ് ബൈ പി വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുക. 120 F ബൈ പി ചെയ്യുമ്പോൾ നമുക്ക് 1500 rpm ആയിരിക്കും നമ്മുടെ സിങ്ക്രോണസ് സ്പീഡ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും? നമുക്ക് സ്ലിപ്പ് കാൽക്കുലേറ്റ് ചെയ്യാം അല്ലേ? അപ്പോൾ 1500 മൈനസ് ഫുൾ ലോഡ് സ്പീഡ് എത്രയാണെന്ന് തന്നിട്ടുണ്ട്? 1470 rpm ആണല്ലേ, ഡിവൈഡഡ് ബൈ 1500 അല്ലേ. ഇത് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? ദാറ്റ് ഈസ് 30 ഡിവൈഡഡ് ബൈ 1500 എന്ന് വരും. 1/5 is 0.2. അപ്പോൾ 0.02 ആയിരിക്കും നമുക്ക് എന്ത് കിട്ടുന്നത്? സ്ലിപ്പ് നമുക്ക് കിട്ടുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് സ്ലിപ്പ് കിട്ടി. സ്ലിപ്പ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി ഡയറക്റ്റ്ലി നമുക്ക് ഈ ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് എന്താണ് I2ൻ്റെ വാല്യൂ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. അതിന് നമുക്ക് R2ൻ്റെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ. സ്റ്റാൻഡ് സ്റ്റിൽ റിയാക്റ്റൻസ് പെർ ഫേസ് എന്ന് പറയുന്നത്, സ്റ്റാൻഡ് സ്റ്റിൽ റെസിസ്റ്റൻസ് പെർ ഫേസ് 0.1ഉം അതുപോലെ തന്നെ സ്റ്റാൻഡ് സ്റ്റിൽ റിയാക്റ്റൻസ് പെർ ഫേസ് എന്ന് വെച്ചാൽ X2ൻ്റെ വാല്യൂ അത് 1 ohm എന്ന് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് E2 എന്ന് പറഞ്ഞാൽ എന്താണ്? വിച്ച് ഇസ് ദ EMF ഇൻഡ്യൂസ്ഡ് ഇൻ ദ, ദാറ്റ് ഈസ് പെർ ഫേസ് EMF ഇൻഡ്യൂസ്ഡ് ഇൻ ദ റോട്ടർ അറ്റ് സ്റ്റാൻഡ് സ്റ്റിൽ കണ്ടീഷൻ. സ്റ്റാൻഡ് സ്റ്റിൽ കണ്ടീഷനിൽ ഇൻഡ്യൂസ് ചെയ്യപ്പെടുന്ന EMF അല്ലെങ്കിൽ ഫേസ് വാല്യൂ ഓഫ് EMFനെയാണ് നമ്മൾ E2 എന്ന് പറയുന്നത്, റോട്ടർ EMF അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന 200 വോൾട്ട് എന്ന് പറയുന്നത് എന്താണ്? EMF മെഷേർഡ് ബിറ്റ്വീൻ ദ സ്ലിപ്പ് റിംഗ് ടെർമിനൽസ് അല്ലേ. അതായത് രണ്ട് സ്ലിപ്പ് റിങ്ങിന് അക്രോസ് ആയിട്ട് അല്ലെങ്കിൽ ലൈൻ വോൾട്ടേജ്, അതായത് റോട്ടറിൻ്റെ ലൈൻ വോൾട്ടേജ് ആണ് നമുക്ക് ഏതെന്ന് തന്നിരിക്കുന്നത്? 200 വോൾട്ട് എന്ന് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് E2 ഫേസ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം അല്ലേ. E2 ഫേസ് എന്ന് പറയുന്ന E2 ലൈൻ ഡിവൈഡഡ് ബൈ √3 ആയിരിക്കും അല്ലേ. ദാറ്റ് ഈസ് 200 ഡിവൈഡഡ് ബൈ √3 ആണ് നമ്മളിവിടെ എവിടെ എടുക്കേണ്ടത്? നമ്മൾ E2ൻ്റെ കറസ്പോണ്ടിങ് ആയിട്ട് എടുക്കേണ്ടത്. കാരണം ബിറ്റ്വീൻ സ്ലിപ്പ് റിങ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ്? ലൈൻ വോൾട്ടേജ് ആണ്, അതായത് റോട്ടറിൻ്റെ ലൈൻ വോൾട്ടേജ് ആണ് കിട്ടുന്നത്. അതിനെ കറസ്പോണ്ടിങ് ഫേസ് വോൾട്ടേജ് ആയിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യണം. ഇത് നമ്മൾ ഡയറക്റ്റ്ലി എക്സ്പ്രഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. I2 is equal to S into E2 divided by square root of R2 square plus S into X2 the whole square ചെയ്യുക. അപ്പോൾ എസിൻ്റെ വാല്യൂ നമുക്ക് 0.02 എന്ന് നമുക്ക് കിട്ടി. ദെൻ E2 ദാറ്റ് ഈസ് പെർ ഫേസ് വാല്യൂ എത്രയാണ് നമുക്ക് കിട്ടിയത്? 200 ഡിവൈഡഡ് ബൈ √3 വരും അല്ലേ. അതിനെ നമ്മൾ ഫേസ് വാല്യൂലോട്ട് കൺവേർട്ട് ചെയ്തു. ഡിവൈഡഡ് ബൈ സ്ക്വയർ റൂട്ട് ഓഫ് R2 സ്ക്വയർ അല്ലേ. R2ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്? 0.1 ആണ് അല്ലേ. ദാറ്റ് ഈസ് 0.1 സ്ക്വയർ പ്ലസ് എസിൻ്റെ വാല്യൂ 0.02 ഇൻറ്റു X2ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1 ആണല്ലേ. അപ്പോൾ SX2 ദ ഹോൾ സ്ക്വയർ ആണ് നമുക്ക് ചെയ്യേണ്ടത്. ഇനി നമുക്ക് ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് I2ൻ്റെ, അതായത് ഫുൾ ലോഡ് കണ്ടീഷനിലെ റോട്ടർ കറണ്ട് I2 നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങൾ ചെയ്ത് നോക്കുക. ഇത് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് ആൻസർ എത്ര കിട്ടും? 22.5 ആംപിയർ ആയിരിക്കും നിങ്ങൾക്ക് ഇവിടെ ആൻസർ കിട്ടുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു 22.5 ആംപിയർ. നിങ്ങൾ സിംപ്ലിഫൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ എന്താണ് ചെയ്തത്? ഫസ്റ്റ് നമ്മൾ സ്ലിപ്പ് കണ്ടുപിടിച്ചു അല്ലേ. സ്ലിപ്പ് കണ്ടുപിടിച്ചു. അതിൻ്റെ I2ൻ്റെ എക്സ്പ്രഷൻ നമുക്കറിയാം. I2 is equal to S into E2 by square root of R2 square plus SX2 the whole square ആണ്. അപ്പോൾ ഫുൾ ലോഡ് കണ്ടീഷനിലെ കറണ്ടാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നതെങ്കിൽ നമ്മൾ ഫുൾ ലോഡ് സ്ലിപ്പ് കാൽക്കുലേറ്റ് ചെയ്യുക. അതിനുശേഷം ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫുൾ ലോഡ് കണ്ടീഷനിലെ റോട്ടർ കറണ്ട് കിട്ടും. സോ 22.5 ആംപിയർ വിൽ ബി ദ ആൻസർ. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Next question, a starting torque of 40 Newton meter is developed in an induction motor by an auto transformer starter with a tapping of 30%.
ഇഫ് ദ ടാപ്പിംഗ് ഓഫ് ഓട്ടോ ട്രാൻസ്ഫോമർ ഇസ് 60%, ദെൻ വാട്ട് ഈസ് ദ സ്റ്റാർട്ടിംഗ് ടോർക്ക്? അതായത് ഇത് ഒരു ഓട്ടോ ട്രാൻസ്ഫോമർ സ്റ്റാർട്ടർ ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമുക്കറിയാം ഓട്ടോ ട്രാൻസ്ഫോമർ സ്റ്റാർട്ടർ യൂസ് ചെയ്യുമ്പം നമ്മൾ പഠിച്ചിട്ടുണ്ട് TST ഡിവൈഡഡ് ബൈ TFLൻ്റെ എക്സ്പ്രഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. TST ഡിവൈഡഡ് ബൈ TFL എന്ന് പറയുന്നത് എന്താണ്? K² ഇൻറ്റു IST ബൈ IFL ദ ഹോൾ സ്ക്വയർ ഇൻറ്റു SFL അല്ലേ. TST സ്റ്റാർട്ടിംഗ് ടോർക്ക്, TFL ഫുൾ ലോഡ് ടോർക്ക്, K എന്ന് പറയുന്നത് എന്താണ്? ടാപ്പിംഗ് റേഷ്യോ ആണ് ഓട്ടോ ട്രാൻസ്ഫോമറിൻ്റെ. IST സ്റ്റാർട്ടിംഗ് കറണ്ട് ഓഫ് ഇൻഡക്ഷൻ മോട്ടർ, IFL ഫുൾ ലോഡ് കറണ്ട് ഇൻറ്റു SFL ഫുൾ ലോഡ് സ്ലിപ്പ്. ദറ്റ് ഈസ് TST ബൈ TFL ഈസ് ഇക്വൽ ടു K² ഇൻറ്റു IST ബൈ IFL ദ ഹോൾ സ്ക്വയർ ഇൻറ്റു SFL ആയിരിക്കും നമ്മുടെ ഏതെന്ന് പറയുന്നത് TST ബൈ TFLൻ്റെ വാല്യൂ. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് പറയാൻ പറ്റും? സ്റ്റാർട്ടിംഗ് ടോർക്ക് എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു K² എന്ന് എനിക്ക് പറയാൻ പറ്റും അല്ലേ. അതായത് ഓട്ടോ ട്രാൻസ്ഫോമറിൻ്റെ ടാപ്പിംഗ് റേഷ്യോയ്ക്ക് അല്ലെങ്കിൽ ടാപ്പിങ്ങിൻ്റെ സ്ക്വയറിന് പ്രപ്പോർഷണൽ ആണ് സ്റ്റാർട്ടിംഗ് ടോർക്ക് എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പം ഈ ടാപ്പിംഗ് 30% ആയിരിക്കും. 30% എന്ന് പറയുമ്പോൾ എത്രയാണ്? 0.3 അല്ലേ. അപ്പോൾ ഇനീഷ്യൽ ടോർക്ക് നമുക്ക് സ്റ്റാർട്ടിംഗ് ടോർക്ക് നമുക്ക് തന്നിട്ടുണ്ട് 40 Nm അല്ലേ. സോ ഇനീഷ്യൽ ടോർക്ക് ഈസ് 40 Nm വെൻ ദ ടാപ്പിംഗ് ഈസ് 30%. അല്ലെങ്കിൽ നമുക്ക് 40 Nm ഇസ് പ്രപ്പോർഷണൽ ടു K² എന്ന് പറയുമ്പോൾ 40 Nm ഇസ് പ്രപ്പോർഷണൽ ടു 0.32 എന്ന് നമുക്ക് പറയാൻ പറ്റൂ അല്ലേ. ഓക്കെ, അതുപോലെ തന്നെ ഇനി എന്താണ് ചെയ്തത്? ടാപ്പിംഗ് ഞാൻ 60% ആയിട്ട് ഇൻക്രീസ് ചെയ്തു അല്ലേ. അപ്പോഴത്തെ ടോർക്കാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് നമ്മുടെ അൺനോൺ ടോർക്ക് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് പ്രപ്പോർഷണൽ ടു ആ ടൈമിലെ ടാപ്പിങ്ങിന് പ്രപ്പോർഷണൽ ആയിരിക്കും. എത്രയാണ്? ദാറ്റ് ഈസ് 0.6ൻ്റെ സ്ക്വയറിന് പ്രപ്പോർഷണൽ ആയിരിക്കും ആണല്ലോ. അപ്പോൾ നമുക്ക് T എങ്ങനെ ഈ പ്രപ്പോർഷണാലിറ്റി ഇക്വേറ്റ് ചെയ്ത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാമല്ലേ. ദാറ്റ് ഈസ് 40 ഡിവൈഡഡ് ബൈ T ഈസ് ഈക്വൽ ടു 0.32 ഡിവൈഡഡ് ബൈ 0.6² അല്ലേ. ദാറ്റ് ഈസ് 0.09 ഡിവൈഡഡ് ബൈ 0.36 എന്ന് വരും. അല്ലെങ്കിൽ നമുക്ക് 9 ഡിവൈഡഡ് ബൈ 36 എന്ന് എഴുതാൻ പറ്റൂ അല്ലേ. സോ ഇതിൽ നിന്ന് നമുക്ക് എന്താണ് ഈസിലി നമുക്ക് T കാൽക്കുലേറ്റ് ചെയ്യാം. T ഈസ് ഈക്വൽ ടു എങ്ങനെ വരും? 36 ഇൻറ്റു 40 ഡിവൈഡഡ് ബൈ 9 എന്ന് വരും അല്ലേ. 36 ഇൻറ്റു 40 ഡിവൈഡഡ് ബൈ 9 വരുമ്പം 4 ഇൻറ്റു 40 വരും അല്ലേ. 4 ഇൻറ്റു 40 ദാറ്റ് ഈസ് 160 Nm ആയിരിക്കും നമ്മുടെ എന്തെന്ന് പറയുന്നത് ടാപ്പിംഗ് 60 ആകുമ്പോഴുള്ള പുതിയ ടോർക്ക് എന്ന് പറയുന്നത്. സോ ആൻസർ വിൽ ബി 160 Nm. അപ്പോൾ എന്താണ് നമ്മൾ ചെയ്തത്? നമുക്ക് ഈ ഒരു എക്സ്പ്രഷൻ നമ്മൾ അറിഞ്ഞാൽ മതി അല്ലേ. സ്റ്റാർട്ടിംഗ് ടോർക്ക് ടു ഫുൾ ലോഡ് ടോർക്ക് ഈസ് K² ഇൻറ്റു IST ബൈ IFL ദ ഹോൾ സ്ക്വയർ ഇൻറ്റു SFL. ദാറ്റ് മീൻസ് സ്റ്റാർട്ടിംഗ് ടോർക്ക് ഈസ് പ്രപ്പോർഷണൽ ടു K² ആണ്. സോ ടോർക്ക് ഈസ് 40 Nm വെൻ ദ ടാപ്പിംഗ് ഈസ് 0.30% ആൻഡ് when the tapping is 60%, we have to identify the new torque. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് പുതിയ ടോർക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. സോ നമുക്ക് 160 Nm എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ 3-phase 50 Hz 4-pole ഇൻഡക്ഷൻ മോട്ടർ ഇസ് റണ്ണിങ് അറ്റ് 1440 RPM. ഫൈൻഡ് ദി റോട്ടർ എഫിഷ്യൻസി. അതായത് ജസ്റ്റ് നമുക്ക് സ്പീഡ് മാത്രമേ തന്നിട്ടുള്ളൂ. അങ്ങനെയാണെങ്കിൽ റോട്ടർ എഫിഷ്യൻസി കാൽക്കുലേറ്റ് ചെയ്യാനാണ് നമ്മുടെ അടുത്ത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം എന്തിൻ്റെ ആണെങ്കിലും എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ എന്താണ്? ഔട്ട്പുട്ട് ഡിവൈഡഡ് ബൈ ഇൻപുട്ട് ആണല്ലേ. അപ്പോൾ റോട്ടർ എഫിഷ്യൻസി എന്ന് വെച്ചാൽ എന്താണ്? റോട്ടർ ഔട്ട്പുട്ട് ഡിവൈഡഡ് ബൈ റോട്ടർ ഇൻപുട്ട്. അപ്പോൾ ഇവിടെ നമുക്ക് വേറെ മെക്കാനിക്കൽ ലോസസിനെ കുറിച്ചൊന്നും നമുക്ക് പറഞ്ഞിട്ടില്ല അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? പി ഔട്ട് എന്ന് പറയുന്നത് നമ്മുടെ എന്താണ്? നമ്മുടെ ഗ്രോസ് മെക്കാനിക്കൽ പവർ ഡെവലപ്ഡ് ആണെന്ന് നമുക്ക് എടുക്കാം. സോ പി മെക്കാനിക്കൽ ഡെവലപ്ഡ് Pmech ഡിവൈഡഡ് ബൈ ഇൻപുട്ട് പവർ. റോട്ടർ ഇൻപുട്ട് പവർ എന്ന് പറയുന്നത് നമ്മൾ യൂഷ്വലി റെപ്രസെൻറ്റ് ചെയ്യുന്ന P2 വെച്ചിട്ടാണ്. സോ Pmech ഡിവൈഡഡ് ബൈ P2 ആയിരിക്കും റോട്ടർ എഫിഷ്യൻസി. ഇനി നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. ദാറ്റ് ഈസ് P2 റോട്ടർ ഇൻപുട്ട് ഈസ് ടു മെക്കാനിക്കൽ പവർ ഡെവലപ്ഡ് ഈസ് ടു റോട്ടർ കോപ്പർ ലോസ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 1:1 - S ഈസ് ടു S. ഈ ഒരു റിലേഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞ് നമ്മൾ പഠിച്ചൊരു റിലേഷനാണ് അല്ലേ. സോ അതിൽ നിന്ന് നമുക്ക് എന്താണ്? മെക്കാനിക്കൽ പവർ ഡെവലപ്ഡ് ഇൻ ടേംസ് ഓഫ് P2 നമുക്ക് എങ്ങനെ എഴുതാം? മെക്കാനിക്കൽ പവർ ഡെവലപ്ഡ് ഈസ് ഈക്വൽ ടു 1 - S ഇൻറ്റു P2 ഡിവൈഡഡ് ബൈ P2 എന്ന് വരും അല്ലേ. അപ്പോൾ P2 ക്യാൻസൽ ചെയ്ത് പോകുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 1 - S ആയിരിക്കും നമ്മുടെ ഏതെന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ്. ഇതൊരു അപ്രോക്സിമേറ്റ് റോട്ടർ എഫിഷ്യൻസിയാണ്. കാരണം ഇവിടെ ക്വസ്റ്റനിൽ നമുക്ക് വേറെ ഒന്നും തന്നിട്ടില്ല, സ്ലിപ്പ് കണ്ടുപിടിക്കാനുള്ള ഒരു ഡേറ്റ മാത്രമേ ഉള്ളൂ. സോ ഒരു അപ്രോക്സിമേറ്റ് റോട്ടർ എഫിഷ്യൻസി 1 - S വെച്ചിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് എസിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യണം. എസ് എന്ന് പറയുന്നത് എന്താണ്? NS - N ഡിവൈഡഡ് ബൈ NS ആണ് അല്ലേ. അപ്പോൾ ഫസ്റ്റ് നമുക്ക് സിങ്ക്രോണസ് സ്പീഡ് കാൽക്കുലേറ്റ് ചെയ്യണം. 50 Hz 4-pole മോട്ടർ ആണെങ്കിൽ സിങ്ക്രോണസ് സ്പീഡ് NSൻ്റെ വാല്യൂ എത്രയായിരിക്കും? 1500 RPM ആയിരിക്കും അല്ലേ. സോ 1500 മൈനസ് സ്പീഡ് എന്ന് പറയുന്നത് 1440 ആണ് ഡിവൈഡഡ് ബൈ 1500 അല്ലേ. ദാറ്റ് ഈസ് 60 ഡിവൈഡഡ് ബൈ 1500 എന്ന് വരും.
1/25 എന്ന് വരും. 1/25 എന്ന് പറഞ്ഞാൽ എത്ര വരും? 0.04 വരും അല്ലേ. അപ്പോൾ നമുക്ക് സ്ലിപ്പ് എന്ന് പറയുന്നത് എത്ര കിട്ടും? സ്ലിപ്പ് എന്ന് പറയുന്നത് 0.04 എന്ന് നമുക്ക് കിട്ടും. ഇനി നമ്മുടെ റോട്ടർ എഫിഷ്യൻസി എന്ന് പറയുന്നത് എത്രയായിരിക്കും? നമ്മുടെ റോട്ടർ എഫിഷ്യൻസി എന്ന് പറയുന്നത് 1 - S ആണ് അല്ലേ. 1 - Sൻ്റെ വാല്യൂ എത്രയാണ്? 1 - 0.04 വരും. ദാറ്റ് ഈസ് 0.96 വരും. അല്ലെങ്കിൽ റോട്ടർ എഫിഷ്യൻസി നമുക്ക് അപ്രോക്സിമേറ്റ്ലി എന്ത് പറയാൻ പറ്റും? 96% ആയിരിക്കും നമ്മുടെ റോട്ടർ എഫിഷ്യൻസി എന്ന് പറയുന്നത്. സോ ഓപ്ഷൻ എ ആയിരിക്കും റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഇവിടെ നമ്മൾ എന്താണ് ചെയ്തത്? ഇവിടെ നമുക്കറിയാം റോട്ടർ എഫിഷ്യൻസി എന്ന് വെച്ചാൽ പി ഔട്ട് ബൈ പി ഇൻ ആണ്. അപ്പോൾ പി ഔട്ട് എന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ വേറെ ഫ്രിക്ഷണൽ ലോസ് ഒന്നും തരാത്തതുകൊണ്ട് നമ്മൾ പി ഔട്ട് എന്ന് വെച്ചാൽ മെക്കാനിക്കൽ പവർ ഡെവലപ്ഡ് ആയിട്ട് നമ്മൾ എടുത്തു ബൈ റോട്ടർ ഇൻപുട്ട്. അപ്പോൾ മെക്കാനിക്കൽ പവർ ഡെവലപ്ഡിനെ ഇൻ ടേംസ് ഓഫ് റോട്ടർ ഇൻപുട്ട് എനിക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് ആ റിലേഷൻ അറിയാം അല്ലേ. P2:P copper is equal to 1:1 - S:S. അപ്പോൾ അത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് റോട്ടർ എഫിഷ്യൻസി അപ്രോക്സിമേറ്റ് റോട്ടർ എഫിഷ്യൻസി നമുക്ക് 1 - S എന്ന് കിട്ടും. സോ എസ് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് റോട്ടർ എഫിഷ്യൻസി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാവുന്നേ ഉള്ളൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. An 8-pole wound rotor induction motor operating on 60 Hz supply is driven at 1800 rpm by prime mover in the opposite direction of revolving magnetic field. The frequency of rotor current is. അപ്പോൾ നമ്മളോട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് റോട്ടർ കറണ്ടിൻ്റെ ഫ്രീക്വൻസിയാണ് നമ്മളോട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ റോട്ടർ കറണ്ടിൻ്റെ ഫ്രീക്വൻസി കണ്ടുപിടിക്കാനുള്ള ജനറൽ എക്സ്പ്രഷൻ എന്താണ്? FR = S × F. FR = S × F ആണ് റോട്ടർ ഫ്രീക്വൻസി കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിന് നമുക്ക് എന്ത് വേണം? സ്ലിപ്പ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ സ്ലിപ്പ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ജനറൽ എക്സ്പ്രഷൻ എന്താണ്? സ്ലിപ്പ് = NS - N / NS ആണ്. ഓക്കെ. അപ്പോൾ ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് എന്താണ്? is driven, അതായത് the induction motor operating at 50 Hz supply is driven at 1800 rpm by a prime mover in the opposite direction of revolving magnetic field. റിവോൾവിംഗ് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് റൊട്ടേറ്റ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു ബ്രേക്കിംഗ് മോഡിൻ്റെ എഫക്റ്റ് ആണ് വരുന്നത് അല്ലേ. ബ്രേക്കിംഗ് മോഡാണ് അവിടെ സംഭവിക്കുന്നത്. അപ്പം നമുക്ക് സ്ലിപ്പിൻ്റെ വാല്യൂ എന്താണ്? >1 ആ കേസിലോട്ടായിരിക്കും പോകുന്നത്. അപ്പോൾ നമുക്കിവിടെ സ്ലിപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഇവിടെ എങ്ങനെ വരും? NS - Nൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. അപ്പോൾ -(-n) വരും അല്ലേ. /NS എന്ന് വരും. ദാറ്റ് ഈസ് NS + N / NS ആയിട്ട് മാറും അല്ലേ. അപ്പോൾ നമുക്ക് NS ഫസ്റ്റ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. NSൻ്റെ വാല്യൂ എന്തായിരിക്കും? 120 F / P ആയിരിക്കും. അപ്പോൾ നമുക്ക് എഫിൻ്റെ വാല്യൂ എത്രയാണ്? 60 Hz ആണ് അല്ലേ. ഫ്രീക്വൻസി മാറി. 120 × 60 / നമ്പർ ഓഫ് പോൾസ് എന്ന് പറയുന്നത് എത്രയാണ്? 8 പോൾ ആണല്ലേ. അപ്പോൾ 120 × 60 / 8 വരും. അപ്പോൾ നമുക്ക് എത്ര വരും? 900 rpm എന്ന് വരും അല്ലേ. അപ്പോൾ നമുക്ക് സിങ്ക്രോണസ് സ്പീഡ് നമുക്ക് 900 rpm എന്ന് നമുക്ക് സിങ്ക്രോണസ് സ്പീഡ് വരും. അപ്പോൾ ഇനി നമുക്ക് സ്ലിപ്പിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാം. സ്ലിപ്പ് = NS + N / NS. ഇത് നിങ്ങൾ ഓർക്കണം. കാരണം സ്ലിപ്പ് ഇവിടെ നമ്മൾ എന്താണ്? സിങ്ക്രോണസ് സ്പീഡിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് നമ്മൾ മോട്ടർ റൊട്ടേറ്റ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ NS + N ആയിട്ട് മാറും. അപ്പോൾ എന്ത് കിട്ടും? 900 + N ഏത് സ്പീഡിലാണ് റൊട്ടേറ്റ് ചെയ്യുന്നത്? 1800 rpm റൊട്ടേറ്റ് ചെയ്യുന്നത്. /900 എന്ന് വരും. സോ 900 വരുമ്പോൾ എത്ര വരും? 2700 / 900 എന്ന് വരും. സോ എത്ര വരും? നമുക്ക് 3 എന്ന് വരും അല്ലേ. സ്ലിപ്പ് എന്ന് പറയുന്നത് 3 ആയിരിക്കും. ഇനി നമുക്ക് എന്താ FR കണ്ടുപിടിക്കുക അല്ലേ. FR = S × F ആണ്. ദാറ്റ് ഈസ് 3 × എഫിൻ്റെ വാല്യൂ എത്രയാണ്? എഫിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 60 Hz ആണ് അല്ലേ. സോ 60 × 3 എന്ന് പറയുമ്പം 180 Hz ആയിരിക്കും നമ്മുടെ റോട്ടർ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ആൻസർ ഏതായിരിക്കും? ഓപ്ഷൻ ബി ആയിരിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ ഫസ്റ്റ് FR = S × F എന്ന് പറയുന്ന എക്സ്പ്രഷൻ അറിഞ്ഞിരിക്കുക. ദെൻ സ്ലിപ്പ് എന്ന് പറയുന്നത് NS - N / NS ആണ്. ഇത് ഏത് കേസിലാണ്? NSഉം Nഉം ഒരേ ഡയറക്ഷനിലാവും. ഇപ്പോൾ NSഉം Nഉം ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് അല്ലേ. അന്നേരം NS + N ആയിട്ട് മാറും. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. A 3-phase 400/200 volt star connected wound rotor induction motor has 0.06 ohm rotor resistance and 0.3 ohm standstill rotor reactance per phase. Find the additional resistance required in the rotor circuit to make the starting torque equal to maximum torque of the motor. അതായത് സ്റ്റാർട്ടിംഗ് മൊമെൻറ്റിൽ, അത് സ്റ്റാർട്ടിംഗ് ടോർക്കും മാക്സിമം ടോർക്കും സെയിം ആവണം എന്നാണ് നമ്മുടെ അടുത്ത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്കിത് തമ്മിലുള്ള റിലേഷൻ അറിയാം അല്ലേ. എന്താണ്? TST/Tmax is equal to 2a / a² + 1. Okay, TST/Tmax is equal to 2a / a² + 1 എന്ന് പറയുന്ന ഫോർമുല നമുക്കറിയാം. ഓക്കെ.
അപ്പോൾ ഇനി ഇതിൽ നിന്ന് എന്താണ് പറഞ്ഞിരിക്കുന്നത്? ടി എസ് ടി ഷുഡ് ബി ഈക്വൽ ടു ടി മാക്സ് എന്ന് നമ്മുടെ ക്വസ്റ്റിനിൽ തന്നിട്ടുണ്ട് അല്ലേ. ദാറ്റ് ഈസ് ടി എസ് ടി ബൈ ടി മാക്സിൻ്റെ വാല്യൂ 1 ആയിരിക്കണം. ദാറ്റ് ഈസ് ഈക്വൽ ടു 2a ഡിവൈഡഡ് ബൈ എ സ്ക്വയർ പ്ലസ് 1 ആണ്. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെ കിട്ടും? എ സ്ക്വയർ മൈനസ് 2a പ്ലസ് 1 ഈക്വൽ ടു 0 എന്ന് വരും. ദാറ്റ് ഈസ് എയുടെ വാല്യൂ നമുക്ക് എത്ര കിട്ടും? എയുടെ വാല്യൂ നമുക്ക് 1 എന്ന് വരും അല്ലേ. ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എയുടെ വാല്യൂ എന്ത് വരും? എയുടെ വാല്യൂ 1 എന്ന് വരും. അപ്പോൾ എ എന്ന് വെച്ചാൽ എന്താണ്? ആക്ച്വലി എ ഈസ് ഈക്വൽ ടു റോട്ടർ റെസിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ റോട്ടർ റിയാക്ടൻസ് ആണല്ലേ. ദാറ്റ് ഈസ് നമ്മളൊരു അഡീഷണൽ റെസിസ്റ്റൻസ് പ്ലേസ് ചെയ്തിട്ടുണ്ടെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ. സോ R2 പ്ലസ് ആർ ഡിവൈഡഡ് ബൈ സ്റ്റാൻഡ് സ്റ്റിൽ റോട്ടർ റിയാക്ടൻസ് X2 ആണ് നമ്മുടെ എ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ വാല്യൂ നമുക്കിപ്പോൾ എത്രയിൽ നിന്ന് കിട്ടി? ടി എസ് ടി ഈക്വൽ ടു ടി മാക്സ് ആവണമെങ്കിൽ എയുടെ വാല്യൂ 1 ആയിരിക്കണം. എ ഈസ് ഈക്വൽ ടു R2 പ്ലസ് ആർ ബൈ X2 ആണ്. അതായത് R2 എന്ന് പറയുന്നത് നമുക്ക് ക്വസ്റ്റിനിൽ തന്നിട്ടുണ്ടല്ലോ. എത്രയാണ്? സ്റ്റാൻഡ് സ്റ്റിൽ റോട്ടർ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 0.06 ആണ്. സ്റ്റാൻഡ് സ്റ്റിൽ റോട്ടർ റിയാക്ടൻസ് എന്ന് പറയുന്നത് 0.3 ആണ് അല്ലേ. ക്വസ്റ്റിനിൽ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 0.06 പ്ലസ് ആർ ഡിവൈഡഡ് ബൈ 0.3 ഈസ് ഈക്വൽ ടു 1 ആണ്. സോ 0.06 പ്ലസ് ആർ ഈസ് ഈക്വൽ ടു 0.3 എന്ന് നമുക്ക് വരും. സോ ആർ ഈസ് ഈക്വൽ ടു 0.3 മൈനസ് 0.06 ചെയ്യുമ്പോൾ നമുക്ക് എത്ര വരും? 0.24 ഓം എന്ന് വരും അല്ലേ. അപ്പോൾ 0.24 ഓം അഡീഷണൽ റെസിസ്റ്റൻസ് വൗണ്ട് റോട്ടർ ഇൻഡക്ഷൻ മോട്ടറിൽ ആഡ് ചെയ്യുമ്പോഴായിരിക്കും നമുക്ക് സ്റ്റാർട്ടിംഗ് ടോർക്ക് ഈസ് ഈക്വൽ ടു മാക്സിമം ടോർക്കായിട്ട് കിട്ടുന്നത്. ഇതിന് നമ്മൾ ഈ ഒരു എക്സ്പ്രഷൻ മാത്രം അറിഞ്ഞിരുന്നാൽ മതി. ടി എസ് ടി ബൈ ടി മാക്സ് ഈസ് ഈക്വൽ ടു 2a ഡിവൈഡഡ് ബൈ എ സ്ക്വയർ 1. അതിൽ എ ഈസ് ഈക്വൽ ടു R2 ബൈ X2 ആണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. അതിൽ നിന്ന് നമുക്ക് ഈ എക്സ്റ്റേണൽ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ നമുക്ക് ഈസിലി കാൽക്കുലേറ്റ് ചെയ്യാം. സോ നമ്മുടെ ആൻസർ ഏതായിരിക്കും? 0.24 ഓം ആണ്. സോ ഓപ്ഷൻ എ ആയിരിക്കും നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ ഓക്കെ. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഈ സെഷനിൽ ഡിസ്കസ് ചെയ്തത്. ഇനി കൂടുതൽ ക്വസ്റ്റ്യൻസുമായിട്ട് നമുക്ക് അടുത്തൊരു സെഷനിൽ വീണ്ടും കാണാം. അതുവരെ കീപ് വാച്ചിങ് അവർ ചാനൽ. താങ്ക് യു.